4-5 മാസം മുമ്പേ ഞങ്ങൾ നിഹാൽ നസീറിൻ്റെ വീട്ടിൽ ഞങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് കേട്ടോ. അവരെ ജ്യേഷ്ഠനൻ്റെ വീടാണ്. അവിടെ നിങ്ങൾക്ക് ഏകദേശം എത്ര ബില്ല് വന്നിരുന്നു? 2500 3000 ഒക്കെ ആവറേജ് റേഞ്ച് വരുന്ന. ഇപ്പം നിങ്ങൾക്ക് ലാസ്റ്റ് വന്നിട്ടില്ല ബില്ല് 400 രൂപ. അപ്പോൾ കേവലം 400 രൂപ. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്, കാണിക്കാൻ പോകുന്നത് പൊതുവേ തന്നെ നമ്മുടെ 2kVA സിസ്റ്റം 3 പാനൽ വെച്ചിട്ടുള്ള സിസ്റ്റം. ഇതിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ളത്, നമ്മളിപ്പോൾ ഒരു 3 ജില്ലകളിലെ വീഡിയോ ഒരുമിച്ച് നമ്മൾ കാണിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. അതിൽ 1kV വരും, 2kV വരും, എല്ലാ സിസ്റ്റവും വരും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ എറണാകുളം ജില്ലയിൽ എവിടെ ഒരു സ്ഥലം വരുന്നത്? അടുത്ത് മലടുന്തുരുത്ത്. ഇവരുടെ പേര്? എൻ്റെ പേര് കെ എം എൽദോ സർ. നമ്മുടെ റവന്യൂവിൽ തഹസിൽദാറായിട്ട് ജോലി ചെയ്യുന്ന ആളാണ് കേട്ടോ. അത് വേറെ വകുപ്പ്. എറണാകുളം സിറ്റിയുടെ ഭാഗം തന്നെയാണ്. അപ്പോൾ ഓക്കെ, നമ്മളിവിടെ ഷീറ്റിൻ്റെ മുകളിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. 3500 വാട്ടിൻ്റെ 4 കട്ട് പാനൽ വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. തിരിച്ച് പറയാനുള്ളത്, ക്ലീനിങ് നമ്മൾ മസ്റ്റാണ് കേട്ടോ. 2 മാസം കൂടുമ്പോൾ പ്രത്യേകിച്ചും. ഇത് ഇവരിവിടെ ഒരു കട്ട് ചെയ്തിട്ട് ഒരു കോണിയൊക്കെ വെച്ചിട്ട് ക്ലീൻ ചെയ്യാവുന്ന സെറ്റപ്പ് ഇവർ നിലവിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് നമ്മളൊരു ഇൻസ്റ്റാളിങ്ങിന് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ വീടിൻ്റെ മുകളിൽ ഇപ്പോൾ സാറ് ചെയ്ത പോലെ തന്നെ ജസ്റ്റ് ഞാനൊരു സൂചന കൊടുത്തു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സാറ് 2-3 ദിവസം ട്രാക്ക് ചെയ്ത് രാവിലെ ഒരു 7:30 മുതൽ അത് 8 മണി, ഒരു 9 മണി, ഏത് സമയത്താണ് നമുക്ക് ഷാഡോകളൊന്നും ഇല്ലാതെ കിട്ടുന്നതെന്നും, വൈകുന്നേരം നമുക്കൊരു 3:30 മുതൽ ഒരു 5:30 വരെയൊക്കെ നമുക്ക് ഷാഡോകളൊന്നും ഇല്ലാതെ കിട്ടുന്നത് നമ്മൾ മാക്സിമം നമ്മൾ നോക്കണം കേട്ടോ. കാരണം സൂര്യൻ്റെ എനർജി ഇല്ല, ഒരു തെളിച്ചം കിട്ടിയാൽ അതിനൊന്നും വലിയ പെർഫോമൻസ് ഉണ്ടാവില്ല. അതൊക്കെ നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ മാസങ്ങൾ തിരിഞ്ഞു വരുമ്പോൾ നമുക്ക് സൂര്യൻ്റെ ചെറിയ ഒരു മാറ്റങ്ങളൊക്കെ ഉണ്ടാവും, സൂര്യൻ വരുന്നതും പോകുന്നതും ഒക്കെ. അപ്പോൾ ഓക്കെ, ഇനി ഞാൻ താഴെ ഭാഗങ്ങളും കൂടി ഒന്ന് കാണിച്ചിട്ട് ഇവിടുത്തെ വീഡിയോ അവസാനിപ്പിച്ച് ഞാൻ കോട്ടയം ഡിസ്ട്രിക്റ്റിലേക്ക് ഞാൻ നീങ്ങാം. കൂട്ടത്തിൽ ആരിച്ചേ നമുക്ക് ഇവരൊരു സ്റ്റുഡിയോൻ്റെ ഭാഗം തന്നെ ഉണ്ട്. അതിനെക്കുറിച്ചൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ഇവിടുത്തെ മോൻ്റെ പേര് ബേസിൽ എൽദോ. അവനൊരു ചാനൽ കൂടി ഉണ്ട് ആരിച്ച്. കാരണം അവന് സോങ്ങും അതുപോലെ ഇവിടെ കീബോർഡ്, ഇവിടുത്തെ ഇൻസ്ട്രുമെൻറ്റ് ഒക്കെ നല്ല രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ അവർക്ക് വയ്ക്കും. ഫാദറും ജസ്റ്റ് ഒരു ഗായകനൊക്കെ തന്നെ കേട്ടോ. മോന് നല്ല രീതിയിൽ ഒന്നും വരും. ഓക്കെ, നമുക്കിത് കൂടുതൽ കാര്യങ്ങളൊക്കെ ഒന്നും അറിയില്ല. ഇത് നമ്മൾ വോയിസ് മൈക്കും കാര്യങ്ങളൊക്കെയാണ് അല്ലേ? ഇതിൻ്റെ ഓക്കെ ഒന്നുണ്ട്. ഓക്കെ, ശരി. നല്ലൊരു സ്റ്റുഡിയോ സെറ്റപ്പ് തന്നെ കേട്ടോ. കാരണം കീബോർഡ് കാര്യങ്ങളൊക്കെ അവർക്ക് ഒക്കെ അതിൻ്റെ എഡിറ്റിങ്ങും അതിലൊക്കെ വായിക്കാനും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു കൊടുക്കാനൊന്നും അറിയില്ല. എങ്കിലും ഇത് കണ്ടപ്പോൾ നമുക്കൊരു പുതുമ തോന്നി. അതുകൊണ്ട് കാരണം ഇതിൻ്റെ ചാനലിൻ്റെ പേര് ഓക്കെ, ബേസിൽ എൽദോ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ നല്ല നല്ല സോങ്ങുകളൊക്കെ ഉണ്ടല്ലേ. ഓക്കെ, അപ്പോൾ ഇനി താഴത്തെ ഭാഗം നോക്കിയിട്ട് നമുക്ക് വീഡിയോ ഒന്ന് അവസാനിപ്പിക്കാം. ഓക്കെ, ഇവരെ ഹാള് ഭാഗത്ത് കോണിയുടെ ഈ ഒരു ബാക്ക് ഭാഗത്താണ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് പൊതുവെ അറിയാമല്ലോ. നമ്മളിവിടെ ACSPD അതുപോലെ DCMCB ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നോക്കിയൊക്കെ ഇതിൻ്റെ ഡിസൈന് കാര്യങ്ങളൊക്കെ നമുക്ക് എർത്തിങ്ങും കാര്യങ്ങളൊക്കെ നിലവിൽ ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഇനി ഞങ്ങൾ എറണാകുളത്ത് നിന്ന് പോവുകയാണ്. ഇനി ഞങ്ങൾ കോട്ടയത്ത് ഞങ്ങൾ സമയമുണ്ടെങ്കിൽ അവിടുത്തെ വീഡിയോ, അത് കഴിഞ്ഞിട്ട് നമുക്ക് കൊല്ലത്തെ വീഡിയോ കൂടി ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? ഓക്കെ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കോട്ടയം ജില്ലയിൽ എവിടെ സ്ഥലം? കോട്ടയം പാമ്പാടി കോത്തല. പാമ്പാടി കോത്തല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഒരു മോനും മോളൊക്കെ ഉണ്ട്. മോൻ്റെ പേര് കിഷൻ AP. മോളെ പേര്? അവർ നല്ല എൻജോയ് ആയിട്ട് നമ്മളെ കൂടെ A-Z കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇവിടെ മേലേക്കൾ വാവയെന്നൊക്കെ പറഞ്ഞു. ഇത് ഞങ്ങൾ കോട്ടയം പറഞ്ഞല്ലോ. ഇത് നമ്മുടെ അനിശ്ചി നായരുടെ വീട്ടിലാണ് നമ്മൾ ചെയ്യുന്നത്. സെക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്. KCB അല്ലേ? പുതുപ്പള്ളിയിൽ. അതിൽ എന്താ അസിസ്റ്റന്റ് എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുന്ന ഒരാളെ വീട്ടിലാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഇവർക്ക് ആരിസ് പറയുകയാണെങ്കിൽ ഇവർ വീട്ടിൽ ഏകദേശമൊക്കെ BLDC ഫാനും കാര്യങ്ങളൊക്കെ ആയിട്ട് സിമ്പിളായിട്ട് ഇവർക്ക് കാര്യങ്ങളൊക്കെ റണ്ണാവും. അപ്പോൾ ഇവരിവിടുത്തെ ലോഡും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് 2 ദിവസം കറണ്ട് പോയാലും ഇവർ വീട്ടിലെ കാര്യങ്ങളൊക്കെ നമുക്ക് മാനേജ് ആവും. ഇവിടെ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒന്നാരിസം കൊണ്ട് വരും. ഡിസൈൻ ചെയ്തിരിക്കുമ്പോൾ നോക്കൂ, നമ്മളെ IC അല്ല, നമ്മൾ വാട്ടർ പമ്പ് അല്ലേ? ഓക്കെ, ആ പമ്പിൽ വെച്ചിരിക്കുമ്പോൾ നമുക്ക് വേനൽക്കാലത്തും ഈ ചൂടിൻ്റെ പ്രശ്നങ്ങളും ഇവിടെ നമ്മൾ
നമ്മൾ വാട്ടറിനൊക്കെ ഉപയോഗിക്കുന്ന പ്ലംബിംഗ് പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ താഴെ ഭാഗമൊക്കെ ഒന്ന് അരിച്ച് കാണിച്ചു കൊടുക്കും. ഓക്കെ, ഇവർക്ക് ഇവിടുന്ന് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു പാനൽ എടുത്ത് വെച്ചോണ്ട് പോയിട്ട് കാര്യമില്ല. 2 മാസം കൂടുമ്പോൾ ജസ്റ്റ് ഒരു മോപ്പ് കൊണ്ട് ഒന്ന് ക്ലീൻ ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ ഈ വാട്ടർ ഹീറ്ററും കൂടി ഒന്ന് ക്ലീൻ ചെയ്യണം. ആരിച്ച് ഒന്ന് കാണിച്ചു കൊടുക്കും. തീർച്ചയായിട്ടും ഇതും ക്ലീൻ ചെയ്യണം കേട്ടോ. കാരണം പൊതുവേ നമ്മൾ കാര്യങ്ങളൊരു ഇൻഫർമേഷൻ പറഞ്ഞു തരാണ്. ഇനി നമുക്ക് താഴെ ഭാഗം കൂടി കാണിച്ചിട്ട് നമുക്ക് വീഡിയോ ഇവിടുത്തെ കോട്ടയം ജില്ലയിൽ അവസാനിച്ച് നമുക്ക് കൊല്ലത്തേക്ക് പോകാം. ഓക്കെ, ഞാൻ ഇവിടെ ഈ നമ്മുടെ അടുക്കള ഭാഗത്തല്ലേ, വർക്ക് ഏരിയ ഭാഗത്തല്ലേ. ഓക്കെ, ആ ഭാഗത്ത് താഴെ ഇവിടെ ഒരു കോണിയുടെ സ്പേസിലാണ് കേട്ടോ. അരിച്ചൊന്ന് കാണിച്ചു കൊടുക്കും. അവിടെ ചെയ്തിരിക്കുന്നത് ഞാൻ ഇരുന്ന് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നമുക്ക് ഇരിക്കാൻ ഞങ്ങൾ മലപ്പുറം ഭാഷയിൽ പലകാന്നൊക്കെ പറയും. അങ്ങനെ സ്ഥലം കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത് കറക്റ്റ് നമ്മളതിൻ്റെ രീതിയിൽ ഇവർക്ക് കറക്റ്റ് നമുക്ക് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു 2 വർഷം കൂടുമ്പോൾ നമ്മൾ പെട്രോളിയം ജെല്ലൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ ഗ്രീസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതിന് ക്ലാവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അരിച്ചൊന്ന് കാണിച്ചു കൊടുക്കും. ക്ലാവൊക്കെ ഉണ്ടെങ്കിൽ ഇത് ക്ലീൻ ചെയ്തിട്ട് ചെയ്യണം കേട്ടോ. 2 മാസം ഇതൊക്കെ പ്രത്യേകം 2 മാസമല്ല, സോറി, 2 വർഷം കൂടുമ്പോൾ മിനിമം, അല്ലെങ്കിൽ 1 വർഷം കൂടുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ബാറ്ററി അങ്ങോട്ട് വെച്ച് പോകും. 2 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ നോക്കും. അപ്പോൾ നമ്മൾ കൂടുതൽ നമുക്ക് ബാറ്ററിയുടെ ലൈഫ് നമ്മൾ വെള്ളം നോക്കലാണ് അതിൻ്റെ പ്രാധാന്യം. അപ്പോൾ നമ്മൾ വെള്ളം നോക്കുമ്പോൾ ഫസ്റ്റ് ഇതാണ് ഊരിയിട്ടാണ് പറയുക. ചിലപ്പോൾ അത് ഓവർഫ്ലോ ആയിട്ട് പോകും. അതൊന്നും ചെയ്യരുത്. നമ്മൾ ബാറ്ററി ഒന്ന് അരിച്ച് കാണിച്ചു കൊടുക്കും. ബാറ്ററി ഒന്ന് ജസ്റ്റ് ഒന്ന് അളക്കുമ്പോൾ ഈ നമ്മുടെ ഫ്ലോട്ട് ഗ്യാപ്പുകളൊക്കെ ഒന്ന് അളകുന്നുണ്ടോ എന്ന് നോക്കുക. ചിലത് സ്റ്റക്ക് ആയിട്ടുണ്ടെങ്കിൽ നമ്മളതൊന്ന് ക്ലീൻ ചെയ്താക്കുക. എന്നിട്ട് നമ്മൾ 1 രൂപയുടെ കോയിൻ കൊണ്ട് ഇത് ഊരിയിട്ട് ഇതിൽ നമ്മുടെ ബിസ്ലി വാട്ടർ ഇട്ടോ, അത് നമ്മൾ പറഞ്ഞ ക്ലിയർ ആവും. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ മൂന്നാമത്തെ ജില്ല നമ്മൾ കൊല്ലം ഭാഗത്ത് അല്ലേ. ഇപ്പോൾ നമ്മൾ എറണാകുളം ജില്ല കഴിഞ്ഞു, അതുപോലെ കോട്ടയം കഴിഞ്ഞു. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിൽ കടക്കൽ ഭാഗത്താണ്. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് 1 kV സിസ്റ്റമാണ്. ഇവരെ ലോഡിനനുസരിച്ച് ഏകദേശം ഇത് മതി, കുറച്ചുകൂടി കൂട്ടാമായിരുന്നു. പക്ഷേ ഈ ഒരു 1 kV സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ചെയ്തിരിക്കുന്നത്, നിങ്ങളുടെ പേര് നാസിമിൻ്റെ വീട്ടിലെട്ടോ, കടക്കൽ ഭാഗത്ത് അല്ലേ, കടക്കലല്ലേ. ഇതുവരെ നിങ്ങളെ റിലേഷൻ കൊച്ചാപ്പയാണ് കേട്ടോ. ഞങ്ങളിവിടെ ഒരു 4-5 മാസം മുമ്പേ ഞങ്ങൾ നിഹാൽ നസീറിൻ്റെ വീട്ടിൽ ഞങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടോ. അവരെ ജ്യേഷ്ഠനൻ്റെ വീടാണ്. അവിടെ നിങ്ങൾക്ക് ഏകദേശം എത്ര ബില്ല് വന്നിരുന്നു? 2500 3000 ഒക്കെ ആവറേജ് റേഞ്ച് വരുന്ന. ഇപ്പം നിങ്ങൾക്ക് ലാസ്റ്റ് വന്നിട്ടില്ല ബില്ല് 400 രൂപ. അപ്പോൾ കേവലം 400 രൂപ. അവിടെ വെച്ചിരിക്കുന്നത് വലിയ ഒരു 8-9 പാനൊന്നും വെച്ചിട്ടില്ല. ഒരു 500 വാട്ടിനാണോ, 530, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ. 535 വാട്ടിൻ്റെ 2 പാനൽ വെച്ചിട്ട് 200 Hൻ്റെ 2 ബാറ്ററി വെച്ചിട്ട് 2 kV സിസ്റ്റം വെച്ചിട്ട് അവർ വീട്ടിലത്തെ ഒരു 80-90% നിങ്ങൾക്ക് പറഞ്ഞറിയാലോ. ഇത് നമ്മൾ പറയിപ്പിക്കുന്നൊന്നുമല്ല, അവർ നാച്ചുറലി അവർ പറയാണ്. ഒരു 3000 ഒക്കെ ബില്ല് വരുന്ന ആളുകൾക്ക് ഏകദേശം 400 രൂപ. അപ്പോൾ അതെന്താ വെച്ചാൽ 2 ദിവസം ഇനി കറണ്ട് പോയാലും അവിടെ കാര്യങ്ങളൊക്കെ നടക്കും. ഇനി അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ മുമ്പ് ചെയ്തതൊക്കെ 1 kV 2 kV ചെയ്ത്, ഇവിടെ 1 kV ആണ്. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാലോ. പിന്നെ നമ്മുടെ ഒരുപാട് ആളുകൾ ചെയ്ത ഓരോ വിഡിത്തരങ്ങൾ ഓരോ സൈറ്റിലെ അരിസർക്ക് അറിയാലോ. നമ്മൾ ഓരോ സൈറ്റിൽ പോയപ്പോൾ നമുക്കൊരു അനുഭവം ഉണ്ടായതാണ്. നമ്മൾ MPPTയിൽ നിന്ന് നമ്മുടെ ബാറ്ററിയിലേക്ക് 2 കേബിൾ കൊടുക്കും. അത് 10 സ്ക്വയറിൻ്റെ 1 മീറ്ററിൽ കൂടരുത്. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് എമർജൻസി ആയിട്ട് കുറച്ച് അങ്ങോട്ടും കൂട്ടണമെന്നുണ്ടെങ്കിൽ 16 സ്ക്വയറിൻ്റെ 1.5 മീറ്ററിൽ നമ്മൾ എടുക്കാൻ ശ്രമിക്കണം. ഇവിടെയൊക്കെ നമ്മൾ ഏറ്റവും ആംബിയർ വരുന്ന ഭാഗം നമ്മൾ MPPT ബാറ്ററിയുടെ ആ കേബിളാണ് കേട്ടോ. അപ്പോൾ അത് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ വണ്ണം കുറയ്ക്കുക. ഏതെങ്കിലും DC നമ്മളൊരു സൈറ്റിൽ പോയപ്പോൾ അരിച്ച് നമ്മളൊരു DC കേബിൾ ഉണ്ടെങ്കിൽ ഓർമ്മല്ലേ, ഒരു 6 സ്ക്വയറിൻ്റെ DC കേബിൾ, AC കേബിൾ അല്ലേ. എന്നിട്ട് നല്ല ഹീറ്റും വരുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവസാനം അത് തല്ലി ഉടക്കുന്ന രീതിയാവും. പിന്നെ അടുത്ത കാര്യം പറയാനുള്ളത്, നമ്മൾ വെള്ളം, ഈ ബാറ്ററി വാട്ടർ ഉണ്ടല്ലോ, കിട്ടിയ ചില ഷോപ്പുകാർ പറയും, ബാറ്ററി കടൻ്റെ പറയും, നിങ്ങൾ ആസിഡ് വാട്ടർ കൊണ്ടുപോയി നിങ്ങളുടെ ബാറ്ററിക്ക് നല്ല പെർഫോമൻസ് ഉണ്ടാവും. ഒരിക്കലും അത് ചെയ്യരുത് കേട്ടോ. നമ്മൾ ബിസ്ലി വാട്ടർ അല്ലേ അരിച്ച്, അപ്പോൾ ആ വാട്ടറെ നിങ്ങൾ അതിൽ ഒഴിക്കാൻ പറ്റുള്ളൂ. അല്ല ആസിഡ് മിക്സ് ചെയ്ത് ഒരിക്കലും നിങ്ങൾ ഒഴിക്കരുത്. നമ്മൾ ബാറ്ററി നശിപ്പിക്കുകയാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. പിന്നെ ഞങ്ങൾ മേലെ ഭാഗം ഇപ്പോൾ കാണിക്കുന്നില്ല, ഏകദേശം വൈകുന്നേരമായിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി ഞാൻ കാര്യങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, അത് ഞാൻ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഞാനിവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഈ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.